പരിശുദ്ധ പരമദിവികാരുണ്യേശോയ്ക്ക് ഒന്നുകൂടെ നിങ്ങൾ വളരെ കാര്യമായിട്ട് കേൾക്കണം, വളരെ പവർഫുൾ ആയ ഒരു ആത്മീയ ചിന്തയാണ്. കാത്തക്കിസം ഓഫ് കാത്തലിക് ചർച്ചിന്റെ 1328 ഖണ്ഡികയിൽ സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന്, വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിന്റെ ആകെ ഉറവിടമാണ്. ഹല്ലേലൂയ. അത്യുച്ച സ്ഥാനമാണ് പരിശുദ്ധ കുർബാനയ്ക്കുള്ളത്. ഏറ്റവും പ്രധാനമായ സ്ഥാനമാണുള്ളത്. മറ്റു കൂദാശകളും സഭാപരമായ എല്ലാ ശുശ്രൂഷകളും പ്രേഷിത ദൗത്യ പ്രവൃത്തികളും കുർബാനയോട് സംബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം കുർബാനയോട് സംബന്ധിക്കപ്പെട്ടിരിക്കുന്നതാണ്. അത് കുർബാനയോട് വിലയുള്ളതൊന്നുമല്ല. അതിലേക്ക് തിരിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതെല്ലാം കുർബാനയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തെന്നാൽ സഭയുടെ ആധ്യാത്മിക സമ്പത്ത് മുഴുവനും, അതായത് നമ്മുടെ പെസഹ കുഞ്ഞാനായ ക്രിസ്തു കുർബാനയിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. സഭയുടെ മുഴുവൻ ആധ്യാത്മിക സമ്പത്തും പരിശുദ്ധ കുർബാനയിൽ ജീവനോടെ ഇറങ്ങി വരുന്ന യേശു ക്രിസ്തുവിലേക്ക് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അമ്മത്രസ്യ തന്റെ ജീവിതത്തിൽ ഒരിക്കൽ തനിക്കുണ്ടായ പ്രതികൂലതകളിലും സഹനങ്ങളിലും വേദനകളിലും ഒക്കെ കൈപിടിച്ച് നടത്തിയ ഈശോ, പല പ്രയാസങ്ങളെ അതിജീവിക്കാൻ കൃപ നൽകിയ ഈശോ, പല കണ്ണുനീരുകളെ അതിജീവിക്കാൻ കരുത്ത് നൽകിയ കർത്താവ്, ഇത്രമാത്രം കർത്താവിന്റെ സ്നേഹത്തോട് ഇഴുകിച്ചേരാൻ പറ്റിയ ജീവിത അനുഭവങ്ങൾ ലഭിച്ച മിസ്റ്റിക് ആയിട്ടുള്ള അമ്മത്രസ്യ ഒരിക്കൽ ഈശോയോട് ചോദിച്ചു, ഈശോയെ, ഈ സ്നേഹത്തിന് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ചാട്ടവാറ കൊണ്ട് എന്റെ ശരീരം മുഴുവൻ അടിച്ച് അതായത് സഹനം ഏറ്റെടുത്ത് നിന്നെ ഞാൻ ആരാധിക്കട്ടെ? അല്ലെന്നുണ്ടെങ്കിൽ എന്ത് പ്രായശ്ചിത്ത പ്രവൃത്തിയാണ് ഞാൻ ചെയ്യേണ്ടത്? എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കേണ്ടത്? പക്ഷെ വളരെ പുഞ്ചിരിച്ചുകൊണ്ട് അമ്മത്രസ്യയോട് പറഞ്ഞു, നീ ഇതൊന്നും ചെയ്താൽ ഞാൻ സന്തോഷവാനാവില്ല. നിനക്ക് സാധിക്കുമെങ്കിൽ നീ പോയി വളരെ ഭയഭക്തി ബഹുമാനത്തോടെ, വളരെ സ്നേഹത്തോടെ, ആദരവോടെ പോയി ഒരു പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്ക്. ഹല്ലേലൂയ. അതാണ് എനിക്ക് നിനക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം. കാരണം ഞാൻ ജീവനോട് ഇറങ്ങി വരുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. ഹല്ലേലൂയ. മറ്റൊരിടത്തും പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ ഒരു പക്ഷെങ്കില് ഒരു ആത്മീയ സാന്നിധ്യം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ്, അല്ലെങ്കിൽ നമുക്കൊരു കൃപ വെളിപ്പെടുന്നു, ഒരു അഭിഷേകം വെളിപ്പെടുന്നു, ഒരു ആത്മീയ ഉണർവുണ്ടാകുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള അതായത് കൃപകൾ നമുക്കിവിടെ ഉണ്ടാവും. എന്നാൽ പരിശുദ്ധ കുർബാന എന്ന മഹാത്ഭുതത്തിലുള്ള ഏറ്റവും വലിയ ശക്തി യേശു ക്രിസ്തു ജീവനോടെ പരിശുദ്ധ കുർബാനയിലേക്ക് എഴുന്നള്ളി വരുന്നു എന്നുള്ളതാണ്. അവന്റെ ജീവനുള്ള ശരീരവും അവന്റെ ജീവനുള്ള രക്തവും ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുത സത്യം. അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത് എല്ലാ കൂദാശകൾ, മറ്റെല്ലാ കൂദാശകളും പരിശുദ്ധ കുർബാനയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. മറ്റെല്ലാ ഭക്താഭ്യാസങ്ങളും സഭയുടെ പരമോന്നതമായ ആരാധനയെ പരിശുദ്ധ കുർബാനയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. കാരണം ഇവിടെ നമ്മുടെ പെസഹ കുഞ്ഞാനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മുറിയപ്പെടുകയും രക്തം ചിന്തുകയും പാപപരിഹാര ബലിയായി അവൻ ഈ അൾത്താരയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ കാൽവരിയിൽ ബലിയായി മാറിയോ അതുപോലെ മുറിയപ്പെടുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് തിരിച്ചറിഞ്ഞ പാവപ്പെട്ട കുഞ്ഞനിയൻ കാർലോസ് എന്ത് ചെയ്തു? ഇതിനെ വട്ടം പിടിച്ചു. പരിശുദ്ധ കുർബാനയാണ് ജീവിതത്തിന്റെ ഏറ്റവും കേന്ദ്ര ബിന്ദു എന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ കുർബാനയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് ഒരിക്കൽ കാർലോസ് പറയുന്നുണ്ട്, വിശുദ്ധ കാർലോസ് അക്യൂട്ടസ് പറയുന്ന ഒരു കാര്യം ഇതാണ്. അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ എനിക്ക് വേണ്ടി 3 ആണിമേ തറയ്ക്കപ്പെട്ട് മരിച്ച ക്രിസ്തുവിനെ അല്ല എനിക്കിഷ്ടം. എനിക്ക് വേണ്ടി ഇന്ന് എന്റെ അൾത്താരയിൽ മുറിഞ്ഞ് രക്തം ചിന്തി എനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായി ദിവ്യകാരുണ്യമായി മാറിയ ദിവ്യകാരുണ്യ ഈശോയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. കാത്തക്കിസം ഓഫ് കാത്തലിക് ചർച്ചിന്റെ 1381 ഖണ്ഡികയിൽ സഭ പഠിപ്പിക്കുകയാണ്, ഇത് സത്യമാണോ എന്ന് സംശയിക്കരുത്. ഇത് സത്യമാണോ എന്ന് സംശയിക്കരുത്.
പിന്നെയോ രക്ഷകന്റെ വാക്കുകളെ വിശ്വാസത്തിൽ സ്വീകരിക്കുക. അവിടുന്ന് സത്യമാകയാൽ വ്യാജം പറയുന്നില്ല. ഹല്ലേലൂയ. കാരണം ഈശോ പറഞ്ഞതാണ്, ഇതെന്റെ ശരീരമാണ്, ഇതിന്റെ രക്തമാണ്, ഇത് ഭക്ഷിക്കുന്നവന് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഈശോയെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഈശോയെ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പരിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്ന ഒരു ആത്മീയ ചിന്ത ഇങ്ങനെയാണ്: സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് കന്യകയുടെ ഉദരത്തിലേക്ക് വന്നപ്പോൾ എന്നതുപോലെ ഈശോ അനുദിനം സ്വയം എളിമപ്പെടുത്തുന്നു. എല്ലാ ദിവസവും അവിടുന്ന് നമ്മിലേക്ക് വരുന്നു. ഹല്ലേലൂയ. ആലോചിച്ചിരിക്കുന്ന ദൈവം എത്രമാത്രം എളിമപ്പെട്ടാണ് ഒരു സൃഷ്ടിയായ കന്യകയുടെ അടുക്കിലേക്ക് വരുന്നത്. അവിടുന്ന് നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഒരു കാലിത്തൊഴുത്തിൽ പിറന്നതും കാലിത്തൊഴുത്തോട്ട് കാൽവരി വരെ നമ്മളെ പഠിപ്പിച്ച വിശ്വാസത്തിന്റെയും വിശുദ്ധിയുടെയും ത്യാഗപൂർണമായ ജീവിതത്തിന്റെ മുഴുവൻ സാരാംശം അവസാനം ഈ പരിശുദ്ധ കുർബാനയിൽ ഒതുക്കിക്കൊണ്ട് നിന്നെയും എന്നെ ശക്തിപ്പെടുത്തുവാൻ അവിടുന്ന് അനുദിനം ഒരപ്പമായി കടന്നു വരുന്നു എന്നുള്ളതും ആത്മാവ് വെളിപ്പെട്ട് ഫ്രാൻസിസ് അസീസി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എല്ലാ ദിവസവും അവിടുന്ന് നമ്മിലേക്ക് വരാൻ അപ്പമാകുന്നു. ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. വിശുദ്ധ തോമസ് അക്വിനോസ് പഠിപ്പിക്കുകയാണ്, ദിവ്യകാരുണ്യം ക്രിസ്തു നമ്മുടെ ഭക്ഷണമായി തീരുകയും അവിടുത്തെ പീഡാനുഭവത്തിന്റെ ഓർമ്മ അനുസ്മരിക്കപ്പെടുകയും മനസ്സ് വരപ്രസാദം കൊണ്ട് നിറയപ്പെടുകയും ഭാവി മഹത്വത്തിന്റെ അച്ചാരമായി നമുക്ക് നൽകപ്പെടുകയും ചെയ്യുന്ന വിരുന്നാണ്. ഹല്ലേലൂയ. എന്താണ് പരിശുദ്ധ കുർബാന? എന്താണ് ദിവ്യകാരുണ്യം? ക്രിസ്തു നമ്മുടെ ഭക്ഷണമായി തീരുകയും അവിടുത്തെ പീഡാനുഭവത്തിന്റെ ഓർമ്മ അനുസ്മരിക്കപ്പെടുകയും മനസ്സ് വരപ്രസാദം കൊണ്ട് നിറയപ്പെടുകയും ഭാവി മഹത്വത്തിന്റെ അച്ചാരമായി നമുക്ക് നൽകപ്പെടുകയും ചെയ്യുന്ന ഒരു വിരുന്നാണിത്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ആരാധനക്രമം 2:47 സഭ പഠിപ്പിക്കുകയാണ്, വിശുദ്ധ കുർബാന സ്നേഹത്തിന്റെ കൂദാശയും ഐക്യത്തിന്റെ അടയാളവും ഉപവിയുടെ ഉടമ്പടിയുമാണ്. ഇത് ഒരു പെസഹ വിരുന്നും കൂടിയാണ്. അതിൽ ക്രിസ്തു നമ്മുടെ ഭക്ഷണമായി തീരുകയും നമ്മുടെ ആത്മാവ് പ്രസാദം കൊണ്ട് നിറയുകയും ഭാവി മഹത്വത്തിന് ഇത് അച്ചാരമായി ഭവിക്കുകയും ചെയ്യും. എന്താണ് ഈ ഭാവി മഹത്വം? ഇവിടെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ വിശുദ്ധ തോമസ് അക്വിനസും ഒക്കെ പഠിപ്പിക്കുന്നത്. എന്താണ് ഈ ഭാവി മഹത്വം? വരാൻ പോകുന്ന ഭാവിയിൽ മഹത്വവൽക്കരിക്കപ്പെട്ട ശരീരങ്ങളായി രൂപപ്പെടാൻ, നിത്യജീവനിലേക്ക് എടുക്കപ്പെടാൻ പോകുന്ന ഈ ശരീരത്തിലും ആത്മാവിനും കിട്ടാൻ പോകുന്ന ആ നിത്യജീവൻ എന്ന മഹത്വത്തെ കുറിച്ചൊരു മുന്നാസ്വാദനമായി വിശുദ്ധർ ഇത് പഠിപ്പിച്ചിരിക്കുകയാണ്. സ്വരമേർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 34-ാം തിരുവചനത്തില് നിങ്ങൾ ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടോ? എന്നല്ലേ ബ്രദർ പറഞ്ഞാൽ അത് കൊണ്ടുവന്നിട്ടുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 34-ാം തിരുവചനം 35-ഉം 34-ഉം പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും ബൈബിളിൽ നിന്ന് വായിച്ചേ പെട്ടെന്ന്. യോഹന്നാന്റെ സുവിശേഷം 6:34-35. അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. അപ്പോൾ അവർ അവരോട് അപേക്ഷിച്ചു, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എന്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. എന്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയില്ല. കർത്താവ് പറഞ്ഞത് പരിശുദ്ധ കുർബാന എന്ന യേശുക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ ദിവ്യകാരുണ്യത്തിൽ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിന് ഉണ്ടാകുന്ന വിശപ്പ് പിന്നെ ഉണ്ടാവില്ലെന്നാണോ പറഞ്ഞേ? അല്ലെങ്കിൽ നമുക്ക് തൊണ്ട പറഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് യാതൊരു ദാഹം ഉണ്ടാവില്ലെന്നാണോ പറഞ്ഞത്? ഹല്ലേലൂയ.
ഈ വിശപ്പിനെ കുറിച്ച് ദാഹത്തെ കുറിച്ചാണോ ഈശോനെ പഠിപ്പിക്കുന്നത്? ആ, ഈശോനെ പഠിപ്പിക്കുന്ന ഒരു വിശപ്പുണ്ട്. അത് എന്ത് വിശപ്പാന്നറിയാം? ഇതിന് മുന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു വിശപ്പ്. എന്റെ ഈ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്ന ഒരുവന് പിന്നീട് ഈ ലോകത്തോടുള്ള വിശപ്പും ദാഹവും ഉണ്ടാവില്ല. അനുദിന പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രസാദപരത്തിൽ ജീവിക്കുന്ന ഒരു ആത്മാവിന് ജഡത്തിന്റെ വ്യാപാരങ്ങളെ, കണ്ണുകളുടെ ദുരാശയെ, ജീവിതത്തിന്റെ അകന്തയെ, സുഖലോലുപതയെ ഒക്കെ അതിജീവിക്കാനുള്ള ഒരു ശക്തി ലഭിക്കും. ഹല്ലേലൂയ. അനുദിനം ഈ സ്വർഗത്തിന്റെ അപ്പം ഈശോ പറയാണ്, ഇത് ഞാൻ ജീവന്റെ അപ്പമാണ്. എന്ത് ജീവന്റെ അപ്പം? എന്ത് ജീവന്റെ അപ്പം? ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവന്റെ അപ്പം എന്നാണോ പറഞ്ഞേ? അതുകൊണ്ട് മാത്രമുള്ള ജീവനാണോ? അതായത് പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കാൻ പോകുന്ന നിത്യജീവന്റെ അപ്പമാണെന്നാണ് കർത്താവ് വെളിപ്പെടുത്തി. ഇത് ഭക്ഷിക്കുന്നവനെ ഇത് ലഭിക്കുന്നുള്ളൂ. ഇത് ഭക്ഷിക്കുന്നവൻ ഇത് ലഭിക്കുന്നു. അതാണ് 10-ാം പീസ് മാർപ്പാപ്പ പറയുന്നത്, പരിശുദ്ധ കുർബാന എന്ന മഹാ അത്ഭുതമാണ് നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ, സ്വർഗത്തിലെത്തിക്കുവാൻ ഏറ്റവും ഫലദായകമായിട്ടുള്ള ശക്തിയുടെ സ്രോതസ്. ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകത്തോടുള്ള വിശപ്പ്, ലോകത്തോടുള്ള ദാഹം ഉണ്ടാവില്ല എന്നാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ നൽകിയ വാഗ്ദാനം. ഈശോ നൽകിയ ഉറപ്പെന്ന് പറഞ്ഞത് ഈശോയുടെ ഉറപ്പാണ്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ജീവന്റെ അപ്പം, എന്റെ അടുത്ത് വരുന്ന ഒരിക്കലും വിശക്കുകയില്ല. ഞാൻ ജീവന്റെ അപ്പം, എന്റെ അടുത്ത് വരുന്നവൻ, who are coming near to me. ആരാണ് എന്നിലേക്ക് കടന്നു വരുന്നത്? ആരാണ് എന്നെ സ്വീകരിക്കുന്നത്? ആരാണ് എന്നെ അനുഭവിക്കുന്നത്? ആരുടെ അടുക്കിലേക്കാണ് അപ്പമാണ് ഞാൻ ഇറങ്ങി വരുന്നത്? ആരാണ് എന്റെ ഹൃദയത്തെ സ്വീകരിക്കുന്നതും എന്റെ ശരീരം ഭക്ഷിക്കാൻ, രക്തം പാനം ചെയ്യുന്നത്, എന്നിലും ഞാൻ അവനിലും വസിക്കാൻ ഇടയാകുന്നത്? അവന് പിന്നെ ഈ ലോകത്തിന്റെ വിശപ്പില്ല, അവന് പിന്നെ ഈ ലോകത്തിന്റെ ഒരു ദാഹമില്ല. കാരണം അവൻ എന്നിലും ഞാൻ അവനിലുമാണ്. ഹല്ലേലൂയ. അനുദിനം പരിശുദ്ധനെ കെട്ടിപ്പിടിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന കൃപയുള്ള ഒരു ദൈവവചനന് ലോകത്തിന്റെ വ്യാപാരങ്ങളെ അതിജീവിക്കാനുള്ള പ്രസാദപര പൂർണ്ണത അപ്പമായി വരുന്ന നമ്മുടെ ഈശോ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മൾ നിറയ്ക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ ലോകത്തിലെ ഏറ്റവും മഹാത്ഭുതമായി വിശുദ്ധർ കണ്ടത് പരിശുദ്ധ കുർബാന ആയതുകൊണ്ടാണ് അനേകം വിശുദ്ധർ ദിവ്യകാരുണ്യത്തെ കെട്ടിപ്പിടിച്ചും സക്രാരിയെ കെട്ടിപ്പിടിച്ചും ബലിപീഠത്തെ കെട്ടിപ്പിടിച്ചും ജീവിച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. സ്വരമേർത്തി പറ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 53-ാം തിരുവചനം, യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ, ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഒരു ജീവൻ ഇല്ല എന്നും അവിടെ ഒരു ജീവൻ ഉണ്ടെന്നും പറയുന്നു. അപ്പൊ കുർബാന സ്വീകരിക്കാതിരിക്കുന്നവരെല്ലാം ജീവൻ ഇല്ലാതെ നടക്കുന്ന അവസ്ഥയിലാണോ കർത്താവ് ഉദ്ദേശിച്ചത്? അപ്പൊ നമുക്കറിയാം, നമ്മുടെയൊക്കെ ഇടവകയിൽ തന്നെ എത്രയോ പേര് പരിശുദ്ധ കുർബാനയ്ക്ക് വരാതെയും ബലിയർപ്പണമില്ലാതെയും കുദാശ ഇല്ലാതെയും ജീവിക്കുന്നുണ്ട്. അവരെല്ലാം മരിച്ചു കിടക്കുകയാണോ? അപ്പൊ നമ്മൾ ഇവിടുന്നാണ് പരിശുദ്ധാത്മാവ് തരുന്ന ആന്തരിക അർത്ഥം തിരിച്ചറിയുന്നത്. എന്താണത്? എന്റെ ശരീരം ഭക്ഷിക്കാൻ, രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവും. ഏത് ജീവൻ? നിത്യജീവൻ ഉണ്ടായിരിക്കുകയില്ല എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. ഇത് മറ്റാരോട് കിട്ടുക ഒരു വെളിപാടല്ല, ഈശോ നേരിട്ട് പറയുന്ന സംഭവമാണത്. ഈശോ നേരിട്ട് പറയാണ്, എന്റെ ശരീരം ഭക്ഷിക്കുന്നില്ലെങ്കിൽ, എന്റെ രക്തം പാനം ചെയ്യുന്നില്ല, നിനക്ക് നിത്യജീവൻ ഇല്ല. നിത്യജീവന് ഏറ്റവും വലിയ ബേസായുള്ള ആധാരമായിട്ടുള്ള ഒന്ന് പരിശുദ്ധ കുർബാന മാത്രമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ, അവസാന ദിവസം ഉയർപ്പിക്കപ്പെടും എന്നുള്ളത് സഭയുടെ വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ. അവസാനം പറയുന്നത് എന്താണ്? ശരീരങ്ങളുടെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ഓരോ സമയം നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് അർത്ഥം മനസ്സിലാക്കി നമ്മൾ വിശ്വാസം ചൊല്ലുന്നത് പലപ്പോഴും നമ്മൾ പറയുന്നത്. ഹല്ലേലൂയ. ശരീരങ്ങളുടെ ഉയർപ്പിൽ നിത്യമായ ജീവിതം ഞാൻ വിശ്വസിക്കുന്നു. ഇത് സംഭവിക്കണമെങ്കിൽ യോഹന്നാൻ 6:53-54
പരിശുദ്ധാത്മാവ് ഈശോ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. എന്റെ ശരീരം ഭക്ഷിക്കുക, എന്റെ രക്തം പാനം ചെയ്യുന്നവരെ നിത്യജീവനുള്ളൂ. അവസാന ദിവസം ഉയർക്കണമെങ്കിൽ, അവന് നിത്യജീവൻ വേണമെങ്കിൽ ഈ തിരുശരീരത്തോട് ചേർന്നിരിക്കുക. നമ്മൾ വേറെ ഒന്നും പഠിക്കുന്നത്, നമ്മൾ കർത്താവ് വന്നെങ്കിൽ തിരുവചനത്തെ മാത്രം മുറുകെ പിടിക്കുക. ഉത്ഥാനം ചെയ്ത യേശു ക്രിസ്തു എന്താണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്? യേശു തന്റെ അതായത് അവൻ അപ്പം എടുത്ത്, അവൻ രക്തമെടുത്ത്, അവൻ വീഞ്ഞെടുത്ത് എന്താണ് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്? അപ്പോസ്തലന്മാരിലൂടെ നമുക്ക് എന്താണ് സഭ നൽകിയിരിക്കുന്നത്? നമ്മൾ വചനത്തെ കിട്ടിപ്പിടി, വേറെ നമ്മൾ ഒന്നും നോക്കണ്ട. ഹല്ലേലൂയ. ആര് പറഞ്ഞു എന്ത് പറഞ്ഞു? നമ്മളതിന് തിരുവചനത്തെ പറഞ്ഞു, തിരുവചനം എന്താ പറയുന്നേ, അത് നമ്മൾ മുറുകെ പിടിക്കുന്നത്. ഹല്ലേലൂയ. ആകാശം ഭൂമിയിൽ കടന്നുപോയാലും കർത്താവിന്റെ വചനത്തിന് മാറ്റം ഉണ്ടാവില്ല. ഹല്ലേലൂയ. യോഹന്നാൻ 6:55-57 പഠിപ്പിക്കുകയാണ്, എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഹല്ലേലൂയ. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു ഈശോ പറയുന്നു. അപ്പം എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. സ്വർഗപ്രാപ്തിയിൽ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ നിൽക്കുന്ന ഒരു ആത്മാവ് എങ്ങനെ ജീവിക്കുന്ന ആളിവിടെ ഈശോ വെളിപ്പെടുത്തുന്നത്. സ്വരമേറ്റി പറ ഹല്ലേലൂയ. ഇന്ന് ഈ ഹോളി യൂക്കറിസ്റ്റിക് അഡോറേഷൻ മിനിസ്ട്രി ഇതിന്റെ ഒരു ശുശ്രൂഷ നടന്ന രൂപപ്പെടുന്നതിന് പേരിൽ പരിശുദ്ധ ഭവനെ കുറിച്ച് പരിശുദ്ധ ഭവന്റെ മുമ്പിലിരുന്ന് ദിവികാരന്റെ ഭക്തിയിൽ പരിശുദ്ധ ഭവനെതിരെ നിന്ദാപമാനങ്ങൾക്ക് പരിഹാരം ചെയ്ത് യേശുവിനെ സ്നേഹിക്കാനും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാനും യേശുവിന്റെ മുമ്പിൽ ഏറ്റവും എളിമയോടെ പ്രാർത്ഥിക്കാനും കണ്ണുനീരോടെ കർത്താവെ ലോകം മുഴുവൻ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ ഭവനയ്ക്കും എതിരെ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി പ്രാർത്ഥിക്കാനും പറഞ്ഞുകൊണ്ടാണ് സർവ്വത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഞാനങ്ങേ സ്നേഹിക്കുന്നു, ഈശോയെ ഞാനങ്ങി ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങി മഹത്വപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-58 തിരുവചനം, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ഈ 3 സ്ഥലത്തും കർത്താവ് നിത്യജീവനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഈ 3 വചനങ്ങളിലും പരിശുദ്ധാത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരുന്നുണ്ട്. 4 വചനങ്ങളാണ് ഈ സമയം നമ്മൾ പങ്കുവച്ചത്. യോഹന്നാൻ 6:34-35, 53-54, 55-57, 58. അപ്പൊ പ്രിയപ്പെട്ടവർ, ഇവിടെ എല്ലാം ഈശോ നിത്യജീവനെ കുറിച്ചും ജീവനെ കുറിച്ചും പറയുന്നതിന്റെ പിന്നിൽ യേശുവിന്റെ തിരുശരീരങ്ങൾ എന്തുകൊണ്ടാണ് ലോകാവസാനം വരെ നമ്മൾ പോയിട്ട് കർത്താവ് പറഞ്ഞത്, നമുക്കിതുണ്ടെങ്കിലേ മുമ്പോട്ട് ജീവന് വേണ്ടി പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ വീണു പോകും. സ്വരമർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഈശോയേ നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതം മുഴുവൻ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിട്ട് നമ്മൾ ജീവിക്കണം. ദിവ്യകാരുണ്യത്തിൽ മാത്രമാണ് യഥാർത്ഥമായ മുഴുവൻ കൃപയുടെ സ്രോതസ്സുകൾ വെളിപ്പെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തു വില കൊടുത്തും പരിശുദ്ധ കുർബാനയെ വട്ടം പിടിച്ചാൽ ഒരു കാര്യമുണ്ട്, വിശുദ്ധിയോടും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ദൈവവൈതല ഈ ലോകത്തിന്റെ മണ്ണിൽ ചുമ്മാ അലിഞ്ഞു പോയി തീരാൻ കർത്താവ് അനുവദിക്കില്ല. തിന്മയുടെ അഗ്നിപ്പൊയ്കയിലേക്ക് എറിയപ്പെടാൻ കർത്താവ് ആത്മാവിനെ അനുവദിക്കില്ല. കർത്താവ് നമുക്ക് നിത്യജീവന്റെ കിരീടം തന്ന് നമ്മളെ ഉയർത്തും. സ്വരമേറ്റി പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പാദ്രി പിയോ സഭയ്ക്ക് നൽകിയ വലിയൊരു ചിന്തയാണ്. 1000 വർഷം ലൗകികമായ യശസ്സിൽ ആനന്ദം കൊണ്ട് കഴിയുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ് 1 മണിക്കൂർ ദിവ്യകാരുണ്യത്തിലെ യേശുമൊത്ത് മധുരമായ സഹവാസത്തിൽ കഴിയുന്നത്. 1000 വർഷം ഈ ലോകത്തിന്റെ സുഖം മുഴുവൻ അനുഭവിച്ച് എല്ലാ പാപത്തിലും അശുദ്ധിയിലും തിന്മയിലും എല്ലാ ആസക്തിയിലും എല്ലാ ബന്ധത്തിലും നീ കഴിയുന്നതിനേക്കാൾ എത്രയോ അവർണ്ണനീയമാണ് 1 മണിക്കൂർ ദിവ്യകാരുണ്യത്തിലെ യേശുവൊത്ത് മധുരമായ സഹവാസത്തിൽ കഴിയുന്നത്. സ്വരമേർത്തി പറഞ്ഞ് ഹല്ലേലൂയ.
ഹല്ലേലൂയ. അവരെ 11 കർത്താവ് പഠിപ്പിച്ചു, അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. സർവ്വത്തിൽ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവക്കളെ കൂടുതൽ പരിശുദ്ധ കുർബാന ചേർന്ന് നിൽക്കണം, ദിവ്യകാരുണ്യത്തിനോട് ചേർന്ന് നിൽക്കണം. പ്രാർത്ഥനയിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നിലനിൽക്കുവാൻ നമുക്ക് ഏറ്റവും കൂടുതൽ കെട്ടിപ്പിടിക്കാൻ പറ്റുന്നത് നമ്മുടെ ദിവ്യകാരുണ്യ ഈശോയെയാണ്. അങ്ങനെ കെട്ടിപ്പിടിച്ച ഓരോരുത്തരുടെ ജീവിതം എടുത്ത് നോക്കിയോ. ഈ പാതിരിപ്പിയോ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, സൂര്യൻ ഒരു ദിവസം ഉദിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കാത്ത ഒരു ദിവസം എനിക്ക് സങ്കല്പിക്കാൻ പറ്റും. നമ്മൾ ചിന്തിച്ചു, സൂര്യൻ ഉദിക്കാത്ത ഒരു ദിവസം എനിക്ക് സങ്കല്പിക്കാൻ പറ്റും. പക്ഷെ പരിശുദ്ധ കുർബാന ഇല്ലാത്ത ഒരു ദിവസത്തെ കുറിച്ച് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഈ ലോകം കണ്ടതിൽ മഹാവിശുദ്ധനായ ഒരു വൈദികനാണ് വിശുദ്ധ പാതിരിപ്പിയോ. 50 വർഷം കർത്താവിന്റെ പഞ്ചശതധാരിയായി പരിശുദ്ധ കുർബാന എന്ന മഹാത്ഭുതത്തെ കെട്ടിപ്പിടിച്ച് സാൻ ജിയോവാനിയിലെ റൊട്ടെ എന്ന സ്ഥലത്തേക്ക്, ഒരു മലയുടെ മണ്ടയിലേക്ക് ലക്ഷക്കണക്കിന് അനേകർ ആ കുർബാനയ്ക്ക് വേണ്ടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഓടിക്കൂടിയ ഒരു വിശുദ്ധന്റെ നാവിൽ നിന്ന് വന്ന വാക്കാണിത്. ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. സെയിന്റ് അഗസ്റ്റിൻ, വിശുദ്ധ അഗസ്റ്റിൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തിന് ഒരു പക്ഷേ ഈ പ്രപഞ്ചത്തെക്കാൾ മനോഹരമായ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കാനാകും, എന്നാൽ ദിവ്യകാരുണ്യത്തെക്കാൾ വലിയ ദാനം നൽകാൻ അവിടത്തേക്കാവില്ല. ഹല്ലേലൂയ. വേറൊരു പ്രപഞ്ചം വേണമെങ്കിൽ കർത്താവിന് സൃഷ്ടിക്കാൻ പറ്റും, വേണമെങ്കിൽ അല്ലേ, ഇതിന് പറ്റുന്നില്ലേ? പക്ഷെ പരിശുദ്ധ കുർബാന ദിവ്യകാരുണ്യത്തെക്കാൾ വലുതായിട്ടൊന്നും കർത്താവിന് നൽകാനാവില്ല. അത് പൂർണ്ണതയാണ്. കാരണം എന്താണ് അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മുടെ ഈശോ തന്നെയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ഈശോയെ സ്നേഹിക്കണം, ഈശോയെ കെട്ടിപ്പിടിക്കണം. ഒരു വിശുദ്ധനാകാനും വിശുദ്ധിയാനും നിത്യജീവനെത്താനും കർത്താവ് ഇതിൽ കൂടുതൽ നമുക്ക് തരാനായിട്ട് ഒന്നുമില്ല. ആര് കർത്താവിനെ മുറുകെ പിടിക്കുന്നോ അവരെ കർത്താവ് മുറുകെ പിടിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 68, 69 കാണുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ജനമെല്ലാം പറഞ്ഞു, ഇത് കഠിനമാണ്. അവന്റെ കൂടുതൽ ശിഷ്യന്മാർ ഇതിന് കഠിനം, ഇതെങ്ങനെ വിശ്വസിക്കും? ഇത് ശരീരം കഴിക്കുക, രക്തം കുടിക്കുക, ഇതൊക്കെ എന്താണ് ഈ പറയുന്നത്? ഹല്ലേലൂയ. സംഭവിച്ചെന്താണ്? പലരും അവനെ വിട്ടുപോയി. പുസ്തകമായിട്ട് ചോദിച്ചു, എന്നാ നിങ്ങൾ പോകുന്നില്ലേ? യു ആർ നോട്ട് ഗോയിങ്, നിങ്ങൾ പോകുന്നില്ലേ? ചങ്ക് പൊട്ടി പത്രോസ് വിളിച്ച് പറഞ്ഞ കാര്യമുണ്ട്. എന്താണ് പറയുന്നത്? കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്, നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങൾ എങ്ങോട്ട് പോകും? ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലല്ലേ? ദൈവത്തിന്റെ പരിശുദ്ധനാണ് നീ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ തരിശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് തന്നത് ഞങ്ങളുടെ ഏറ്റവും സ്നേഹത്തിന്റെ പൂർണ്ണതയിലാണ്. ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. ഈശോ പ്രവർത്തിച്ച് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം വിളക്കന്നൂരിൽ ചെന്നു. കഴിഞ്ഞ ദിവസം വിളക്കന്നൂരിൽ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മുഖം ജീവൻ തുടിക്കുന്നതായിട്ട് ആ പരിശുദ്ധ കുർബാന വെളിപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ലോകത്തിൽ 2 സ്ഥലത്താണ് കർത്താവിന്റെ തിരുമുഖം വെളിപ്പെട്ടത്. ഒന്ന് വെറോനിക്കയുടെ ആ തൂവാലയിലും 2 വിളക്കന്നൂരിലെ ഈ പരിശുദ്ധ കുർബാന ഈശോയുടെ തിരുമുഖം പതിഞ്ഞിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് നോക്കുമ്പോ ഇവിടെ 2 ബ്രദേഴ്സ് അവര് ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഇങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ ഈശോയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കർത്താവിന്റെ മുഖത്ത് ആ പരിശുദ്ധ കുർബാനയില് ചില ചലനങ്ങളൊക്കെ നേരിട്ട് കാണാൻ പറ്റുന്ന അനുഭവം ഉണ്ടായി. ഹല്ലേലൂയ. കർത്താവിന്റെ മുഖം ഇങ്ങനെ ജീവനോടെ കാണാൻ, പ്രിയപ്പെട്ടവരെ, വളരെ വിസിബിൾ ആണത്, വളരെ തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോഴ് ഈശോയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ അടയുന്നതായിട്ട് അവർക്ക് തോന്നുകയാണ്. അവർ കണ്ടു എന്നുള്ളത് അവരുടെ വിശ്വാസമാണ്. ഹല്ലേലൂയ. അവര് ഈശോയുടെ മുഖം കണ്ണുകൊണ്ട് അനുഭവിക്കാൻ പറ്റി. എന്റെ പ്രിയപ്പെട്ടവരെ, ഈശോ ഇങ്ങനെ ജീവിക്കുന്നവനായി നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി അനുദിനം നയിക്കുന്ന ഈ കാരുണ്യം എത്ര വർണ്ണിച്ചാലും അവർണ്ണീയമായ ദാനത്തിന് എന്നേരവും ആരാധന സ്തുതിയും പുകഴ്ചയും എല്ലാം ഒന്നുമില്ല. ആമേൻ.
ദിവ്യകാരുണ്യത്തെ കെട്ടിപ്പിടിക്കാനും പരിശുദ്ധ കുർബാനെ സ്നേഹിക്കാനും ഒരു വിശുദ്ധ ജീവിതം നയിക്കാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. അനുദിനം നമ്മുടെ അൾത്താരയിൽ മുറിയപ്പെടുന്ന കർത്താവിന്റെ സ്നേഹത്തെക്കാൾ വലുത് ഈ ലോകത്തൊന്നുമില്ല. അതല്ലാതെ പ്രിയപ്പെട്ടവരെ, അതിലും വലുതായി ലോകത്തൊന്നുമില്ല തിരിച്ചറിയണം. അതിന്റെ ശക്തി, അതിന്റെ കൃപ, അതിന്റെ സ്രോതസ്, അതിന്റെ അഭിഷേകം, അതിന്റെ കാരുണ്യം. എന്തുകൊണ്ട് ദിവ്യ കാരുണ്യം എന്ന് സ്വർഗം വെളിപ്പെടുത്തിയിരിക്കുന്നത്? ഇതിലും വലുതായിട്ട് ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. ഈശോ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിയോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്